ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വലിയ നോമ്പ് ദിനങ്ങളിലേക്ക് നാം എത്തിയിരിക്കുന്നു. വലിയ നോമ്പ് പ്രാർത്ഥനയും ഉപവാസവും നിറഞ്ഞ ധ്യാനാത്മകതയുടെ താപോദിനങ്ങളാണ്. ചിലതിനെയൊക്കെ ത്യജിച്ച് ക്രിസ്തുവിനോടൊന്നും കൂടെ പറ്റിച്ചേർന്ന് ക്രിസ്തു ശിഷ്യരായി യാത്ര ചെയ്യുന്നതാണ് നോമ്പുകാലം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഗലീല കടലിൻ്റെ തീരത്ത് മീൻ പിടിച്ചുകൊണ്ടിരുന്ന മുക്കുവന്മാരെ കർത്താവ് വിളിച്ചു, എന്നെ അനുഗമിപ്പീൻ എന്നാവശ്യപ്പെട്ടു. അവർ സകലവും വിട്ട് യേശുവിനെ അനുഗമിച്ചു. അവർക്ക് പ്രിയം വച്ചതെല്ലാം അവർ ത്യജിച്ചു. കർത്താവിൻ്റെ വാക്കിന് ചെവി കൊടുത്തു, കർത്താവിനെ അനുഗമിച്ചു. എല്ലാറ്റേക്കാളും അധികം, സ്വജീവനേക്കാളും അധികം യേശുവിനെ സ്നേഹിക്കുന്നതിന് കഴിയുന്നെങ്കിൽ മാത്രമേ നാം തന്നെത്താൻ ത്യജിക്കുന്നവരായി തീരുകയുള്ളൂ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശീമോൻ പത്രോസിനോട് ചോദിക്കുന്നു, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ദൈവത്തേക്കാൾ അധികമായി നാം സ്നേഹിക്കുന്ന, നാം പ്രിയം വയ്ക്കുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനെ ത്യജിക്കുവാൻ, ആത്മാർത്ഥമായി കർത്താവിനെ സ്നേഹിക്കുവാൻ ഈ നോമ്പ് ദിനങ്ങളിൽ നമുക്ക് ആകണം. കർത്താവ് നടന്ന വഴിയിലൂടെ, കുരിശിൻ്റെ വഴിയിലൂടെ നടക്കാൻ തയ്യാറാകുന്നതാണ് ശിഷ്യത്വം. യേശുവിൻ്റെ ക്രൂശാനുഭവത്തിൻ്റെ പങ്കുകാരാകുന്നതാണ് ശിഷ്യത്വം. കാൽവറി ക്രൂശിലൂടെ യേശു ക്രിസ്തു പിതാവിൻ്റെ ഹിതത്തിന് തന്നെ സമർപ്പിച്ച് കൊടുക്കുകയാണ്. മുമ്പോട്ടുള്ള ദിനങ്ങളിൽ ക്രിസ്തുവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പും ഓർക്കുവാനും ധ്യാനിക്കുവാനും നാം ഒരുങ്ങുമ്പോൾ ദൈവഹിതത്തിന് അനുസൃതമായി നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ കർത്താവ് നടന്ന വഴിയിലൂടെ കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ നമുക്കാകണം. ഈ ദിനങ്ങളിൽ ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ദൈവീകതയിലേക്ക് നമുക്ക് വളരാം. ആദ്യകാല സഭാപിതാക്കന്മാരിൽ ഒരാളായ മാർ അപ്രേമിൻ്റെ ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ്: എൻ്റെ ദൈവമേ, അലസത, ഭീരുത്വം, അധികാരമോഹം, ദുർഭാഷണം എന്നിവയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. പാതിവൃത്യം, വിനയം, ക്ഷമ, സ്നേഹം എന്നിവയാൽ നിറയ്ക്കണമേ. എൻ്റെ സ്നേഹിതരെ ന്യായം വിധിക്കുന്നതിന് പകരം എൻ്റെ പാപങ്ങളെ തിരിച്ചറിയുവാൻ എനിക്ക് കൃപ നൽകണമേ. ക്രിസ്തീയ ശിഷ്യത്വത്തിൽ അന്തർലീനമായ ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിഞ്ഞ് ത്യജിക്കേണ്ടതിനെ ത്യജിച്ച് ദൈവഹിതത്തിന് അനുസൃതമായി നമുക്ക് ജീവിക്കാം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.